4 മണിക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിനായി 3-4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മണം ഇഷ്ടമാണെങ്കിൽ മാത്രം 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിക്സ് കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഈവനിങ് ടൈമിലൊക്കെ ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നു, അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് പീസ് ഓരോന്നായി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നല്ലപോലെ അമർത്തി അതിലെ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്, അത് ഇതിലേക്ക് ചെറിയ ചെറിയ ഉരുളയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് വെച്ച് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. നല്ലപോലെ ഉരുട്ടി ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി. അധികം മുക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമാവും, പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടാവും. ബാക്കിയുള്ള ബ്രെഡും മസാലയെല്ലാം വെച്ച് പൊതിഞ്ഞ് നല്ലപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ബ്രെഡ് പീസുകളെല്ലാം മസാല വെച്ച് നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കടായിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും കോൺഫ്ലേക്സ് പൊടിയിലേക്കാണ് ഇട്ട് കൊടുത്ത് നല്ലപോലെ കവർ ചെയ്തെടുക്കുന്നത്. കോൺഫ്ലേക്സ് പൊടി ഇല്ലെങ്കിൽ ബ്രെഡ് പൊടി ആയാലും മതി, അല്ല ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ സാധാ നമ്മളുടെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന റവ ഉപയോഗിച്ചാലും മതി. കോൺഫ്ലേക്സ് പൊടി കവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ ഉരുളയും ഒന്നുകൂടെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളിലും കോൺഫ്ലേക്സ് പൊടി നന്നായി പുരട്ടിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, മറ്റേ വശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ എണ്ണയിലിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. എണ്ണയിലിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. മിക്ക വീടുകളിലും എപ്പോഴും ബ്രെഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണല്ലോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇങ്ങനെയുള്ള സ്നാക്കുകൾ.
എല്ലാം നന്നായി മൊരിയിച്ചെടുത്തിട്ടുണ്ട്. പുറം വശം നല്ല ക്രിസ്പിയാണ്, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഈ ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു.